ഹലോ നമസ്കാരം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു ട്രെയിലർ റിയാക്ഷനുമായി വന്നിരിക്കുകയാണ്. അതൊരു കിടിലം സിനിമയാണ് മക്കളെ. ആര്? നമ്മുടെ ജോജു ജോർജിന്റെ വരവ്. അതും ഒരു ഡെഡ്ലി കോമ്പിനേഷൻ. ഷാജി കൈലാസും ജോജു ജോർജും. എന്റെ തിയേറ്റർ കത്തും. ടീസർ തന്നെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ജോജു ജോർജിന്റെ ഒരു സ്വാഗും ആളുടെ ഒരു സ്റ്റൈലും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മാസ്, ആളുടെ മാസ് ഭയങ്കര രസമാണ്. സ്ക്രീൻ പ്രസൻസ് അത് ഷാജി കൈലാസിന്റെ കൈ കിട്ടി എന്താ അവിടെ കാണിച്ചു കൂട്ടാൻ പോണെന്ന് അറിയില്ല. ഡയലോഗും ആക്ഷനും പടം കൊള്ളില്ലെങ്കിലും ആ ഒരു കോമ്പിനേഷൻ തന്നെ കണ്ടിരിക്കാൻ നല്ല രസമായിരിക്കും. ട്രെയിലർ കാണാം. ട്രെയിലർ എന്തൊക്കെയാണ് ഇരിക്കുന്നത്? അതെ, അതിനു വേണ്ടി ട്രെയിലർ കണ്ടുനോക്കിട്ട് ബാക്കി പറയാം. എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും. എനിക്കിതുപോലെ ഉപകാരം ചെയ്ത് നിങ്ങൾക്ക് ഉറക്കം വരാത്ത ഓളച്ചൻ 10 ദിവസത്തെ പരോളിന് ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. നമുക്ക് പണിയാവൂ. കുറച്ചു കാലമായിട്ട് സോൾവ് ചെയ്യാതെ ഒരു പ്രശ്നം. ഒരു പൊളിക്കേസ് മതിയാണ് ഇപ്പൊ പരോളില്ല. എന്തൊക്കെയോ സാധനങ്ങള് എന്തിനീ കർമ്മമാര് നാട്ടിൽ ആരും ഇടിക്കാനില്ല. സ്റ്റോറി നമുക്കറിയോ. പിന്നെ കാട്ടപ്പടലം തീർത്തിട്ടാണോ? ചേട്ടായി വന്നതിന്റെ കൂട്ടത്തില് കാണാതെ പോയ കുഞ്ഞാങ്ങളെയും തിരിച്ചു. ഇവള് ടൈപ്പ് കാസ്റ്റ് ആയി പോയാ. കുഞ്ഞാങ്ങള പക വെച്ച് ആരെയും ഒന്നും ചെയ്യരുത്. இப்ப பிரச்சனை அந்த பையன் இல்ல, அவங்க அண்ணன். கவலைப்படாதீங்க சார், நான் பாத்துக்கிறேன். இத்தோட யோகான நீங்க കണക്ക് വയ്ക്കുന്നറിയാൻ തന്നെ പേടിച്ചിട്ട് കാര്യമില്ല. ഇവന്റെടുക്കുന്ന ഹീറോകളെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ അവരെ നിയമത്തിന് ഇഷ്ടമാണ്. എന്റെ പേരിൽ എനിക്ക് തെമ്മാടിക്കുഴി പോയി കിടക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെ. നമ്മളെ ചതിച്ചവരുടെ എണ്ണ എടുക്കുന്നത് നമ്മള് ചതിച്ചവരുടെ മുഖങ്ങളും എന്നെ തിട്ടപ്പെടുത്തണ്ടേ സാർ? എന്നാലല്ലേ ഭർത്താവിന്റെ കണക്കുമായിട്ടൊക്കെ ഒത്തുപോകും. ഇന്റർനാഷണലും കൂടി ഉണ്ട്. സിസ്റ്റർ, നിങ്ങളുടെ കുടുംബത്തിൽ ശരിക്കും എന്താ സംഭവിച്ചത്? മറ്റേ മാസ് എനിക്ക് ഇഷ്ടപ്പെട്ട, ലൈക്ക് മറ്റേ കാലുകൊണ്ട് മറ്റേ ഡോറടിച്ച് അതൊക്കെ ഇവരെ സിനിമയിലുള്ള അത് ആരോ ചെയ്യലും. മമ്മൂട്ടിയാണ് മോഹൻലാൽ ആരോ ചെയ്യലുണ്ട്. ഇറങ്ങി കഴിഞ്ഞിട്ട് കാലുകൊണ്ട് മറ്റേ കാല് ബാക്കോട്ട് മടക്കിയിട്ട് ഡോറടക്കുന്ന ഒരു സാധനം ഇല്ലേ? മമ്മൂട്ടി മോഹൻലാൽ ഏതോ ഒരാൾ ചെയ്യലുണ്ട്. പിന്നെ മുണ്ട് മാടി കുത്തുന്ന ഒബ്വിയസ്ലി അതൊക്കെ ഷാജി കൈലാസിന്റെ മെയിൻ സാധനങ്ങളാണ്. അതൊക്കെ അതുപോലെ തന്നെ ആള് മാറിയേ ഉള്ളൂ, വേറൊന്നും മാറിയിട്ടില്ല. എനിക്ക് തൃപ്തിയായില്ല. അത് ആദ്യമേ കുറെ ഓവർ പറഞ്ഞിട്ട് പോയിട്ട് തൃപ്തിയാവാൻ തൃപ്തിയാവോന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവും. മിസ്സിംഗ് ഉള്ള പോലെ തോന്നുന്നു. എന്തായാലും ഒരു ഫാമിലി സ്റ്റോറിയാണ്. ഏട്ടൻ അനിയൻ സിസ്റ്റർ. അതില് എനിക്ക് തോന്നുന്നു അനിയൻ എന്തോ പറ്റി, അനിയന് പറ്റിയതിന്റെ പിറകെ പോകുന്നെന്തോ അങ്ങനെ എന്തോ ഒരു ഫാമിലി സ്റ്റോറിയാണ്. പക്ഷെ എന്തോ ഒരു ഇന്റർനാഷണൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതാണ് ഈ കർമ്മമാര് തന്നോണ്ടിരിക്കണത്. ഓവർ എക്സ്പെക്ടേഷൻ വേഴ്സസ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓവർ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഷാജി കൈലാസ് എന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ ട്രെയിലറിലൊക്കെ ഇങ്ങനെ രോമം അങ്ങനെ എഴുന്നേറ്റ് കുന്നൊക്കെ വിചാരിച്ചു. അപ്പൊ എന്തായാലും നോക്കാം അല്ലേ, സിനിമ എങ്ങനെയുണ്ട് നോക്കാം. പക്ഷെ എനിക്ക് ട്രെയിലറിൽ പ്രതീക്ഷ പോയി. എന്തായിക്കോട്ടെ. അപ്പോ വീണ്ടും ഒരു ട്രെയിലർ അല്ലെങ്കിൽ ടീസർ റിയാക്ഷനുമായിട്ട് ഞങ്ങൾ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.